ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 18-ാം അധ്യായം. മൈത്രേയോ ഉവാച. ഇത്തം പൃഥുമഭിഷ്ടൂയ രുഷാ പ്രസ്ഫുരിതാധരം പുനരാഹാവ നിർഭീത സംസ്തഭ്യാത്മാനമാത്മന. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം സ്തുതിച്ചിട്ടും ക്രോധം ശമിക്കാത്തതുകൊണ്ട് ഏറ്റവും ചലിക്കുന്ന ചുണ്ടുകളോടുകൂടിയ പൃഥുചക്രവർത്തിയെ കണ്ടിട്ട് ഭൂമിദേവി ഭയം ശമിക്കാതെ വീണ്ടും ചിന്ത ചെയ്തു. പ്രജകൾക്ക് വേണ്ടുന്ന അന്നം സിദ്ധിക്കാതെ കോപം ശമിക്കുകയില്ലെന്നറിഞ്ഞു. അതിനുള്ള ഉപായത്തെ ഭൂമിദേവി ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചു. ഇപ്രകാരം കർത്തവ്യത്തെ നിശ്ചയിച്ച ശേഷം മനസ്സിനെ ഉറപ്പിച്ച് പിന്നെയും പറഞ്ഞു, സന്നിയച്ചാഭിഭോ മന്യും നിബോധസ്രാവിതം ചമേ സർവദസാരമാദത്തെ യഥാ മധുകരോ ബുധഃ. അല്ലയോ പ്രഭോ, അങ്ങയുടെ ക്രോധത്തെ മുഴുവനും അടക്കണം. ഞാൻ ബോധിപ്പിക്കുന്നതിനെ മനസ്സിരുത്തി ധരിക്കുകയും വേണം. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് തീർച്ചപ്പെടുത്തുക. വണ്ടുകൾ പുഷ്പങ്ങളിലുള്ള മധുവിനെ മാത്രം സ്വീകരിക്കുന്നു. ചെടികളിലുള്ള മുള്ള മുതലായ ദോഷാംശങ്ങളെ എടുക്കാറില്ലല്ലോ. അതുപോലെ വിദ്വാനും ഒരുവൻ്റെ വാക്കിലുള്ള സാരത്തെ ധരിക്കണം. ത്യാജ്യാംശത്തെ ഗണിക്കേണ്ടതാനും. ക്രോധം മുഴുവനും അടക്കാഞ്ഞാൽ കലുഷിതമായ ചിത്തത്തിൽ എൻ്റെ വചനം പ്രവേശിക്കുകയില്ല. ക്രുദ്ധനായിരിക്കുന്ന അങ്ങയുടെ മുമ്പാകെ വേണ്ടതുപോലെ ഉണർത്തിപ്പാൻ എനിക്ക് സാധിക്കുകയുമില്ല. അതിനാൽ രണ്ടു ഭാഗത്തെയും സംരക്ഷിപ്പാൻ ക്രോധം അടക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂമിദേവി പറയുകയാണ്, അസ്മിൻ ലോകേ തവാമുഷ്മിൻ മുനിഭിസ്തത്വദർശിഭിഃ ദൃഷ്ടായോഗാ പ്രയുക്താശ്ച പുംസാം ശ്രേയപ്രസിദ്ധയേ. ഈ ലോകത്തിലും പരലോകത്തിലും ജനങ്ങൾക്ക് ശ്രേയസ്സിനെ സമ്പാദിക്കാൻ ഉപകരിക്കുന്ന മാർഗങ്ങളെ തത്വജ്ഞന്മാരായ മുനിമാർ കണ്ടുപിടിക്കുകയും ഉപയോഗിച്ച് ബലമറിയുകയും ചെയ്തിരിക്കുന്നു. താനാതിതിഷ്ഠതി യസ് സമ്യക് ഉപായാൻ പൂർവദർശിതാൻ അവരശ്രദ്ധയോപേത ഉപേയാൻ വിന്ദതേഞ്ജസാ. ഇന്നുള്ള യാതൊരുവൻ പൂർവന്മാർ നിശ്ചയിച്ചിരിക്കുന്ന ആ ഉപായങ്ങളെ വേണ്ടതുപോലെ അനുസരിച്ചും വിശ്വാസപൂർവം പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നുവോ അവൻ പ്രയാസം കൂടാതെ തന്നെ ഫലങ്ങളെ പ്രാപിക്കുന്നു. താനനാദൃത്യയോ വിദ്വാൻ അർത്ഥാനാരഭതേ സ്വയം തസ്യ വ്യഭിചര്യന്തർത്ഥ ആരബ്ധാശ്ച പുനഃപുനഃ. പൂർവോപായങ്ങളെ അറിഞ്ഞിരുന്നിട്ടും അവയെ ആദരിക്കാതെ താൻ തന്നെ പുതിയ മാർഗങ്ങളെ സൃഷ്ടിപ്പാൻ ഭാവിക്കുന്നവൻ്റെ പ്രയത്നം പലപ്പോഴും നിഷ്ഫലങ്ങളായി വരുന്നു. ദൃഷ്ടഫലങ്ങളായ ഉപായങ്ങളിരിക്കെ അദൃഷ്ടഫലങ്ങളായ ഉപായങ്ങളെ അന്വേഷിക്കുവാനുള്ള ക്ലേശം പരിഹരിക്കത്തക്കതാണെന്നുള്ള ന്യായത്തെ സൂചിപ്പിച്ചു. പുരാ സൃഷ്ട ഹ്യോഷധയോ ബ്രാഹ്മണായ വിശാംപദേ ഭുജ്യമാനാമയാ ദൃഷ്ട അസദ്ഭിരധൃതവ്രതൈഹി. ഹേ രാജാവേ, ഇഹലോകത്തിലെ ശ്രേയസ്സിന് ഉപകരിക്കുവാനായിട്ട് പണ്ട് ബ്രഹ്മദേവൻ വ്രീഹി, യവം മുതലായ ബീജങ്ങളെ എന്നിൽ സമർപ്പിച്ചിരുന്നതിനെ ശാസ്ത്രമര്യാദകളെ അതിക്രമിച്ചു നടക്കുന്ന അസത്തുക്കൾ സ്വേച്ഛപ്രകാരം അനുഭവിപ്പാൻ ആരംഭിച്ചതിനെ ഞാൻ കണ്ടറിഞ്ഞു. അപാലിദാനാധൃതാജ ഭവദ്ഭിർലോകപാലകൈഃ ചൗരീഭൂതേതലോകേഹം യത്നാർത്ഥേഗ്രസമോഷധീഃ. അങ്ങയെപ്പോലെയുള്ള ലോകപാലന്മാർ ഇല്ലാതിരുന്നതിനാൽ കൃഷിയാദി വ്യാപാരങ്ങളെ കൊണ്ട് പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്താതെയും യത്നാദി കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരെ ആദരിക്കാതെയുമായപ്പോൾ ലോകത്തിൽ കള്ളന്മാർ മുതലായവർ വർദ്ധിച്ചു വന്നു. നല്ലൊരു പാലകനുണ്ടായി വരുന്ന കാലത്ത് യത്നാദി കർമ്മങ്ങൾക്ക് ഉപകാരമായി വരേണ്ടതിനു വേണ്ടി വ്രീഹ്യാദികളായ ബീജങ്ങളെ നിശ്ശേഷം നശിപ്പിക്കുവാൻ അനുവദിക്കാതെ ശേഷിച്ചവയെ ഞാൻ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്നു. നൂനം താവീരുദക്ഷീണ മയി കാലേന ഭൂയസ തത്ര യോഗേന ദൃഷ്ടേന ഭവാൻ ആദാതുമർഹസി. എന്നാൽ പാലകനായ ഞാൻ വന്നിരിക്കെ എന്തുകൊണ്ടാണ് വിട്ടുതരാത്തതെന്ന് വിചാരിച്ച് കോപിക്കേണ്ട. ബഹുകാലമായിട്ട് എന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ ബീജങ്ങൾ മിക്കതും ലയിച്ചു പോയിരിക്കുന്നു. നിശ്ചയം അവയെ പുറത്തേക്ക് വരുത്തുവാൻ സാധിക്കുന്ന സുപ്രസിദ്ധമായ ഉപായത്തെ ഉപയോഗിച്ചിട്ട് എടുക്കുവാൻ അങ്ങ് യോഗ്യനാകുന്നു. വത്സം കൽപ്പയമേ വീര ഏനാഹം വത്സല തവ ദോഷ്യേ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ജദോഹനം
ദോഗ്ധാരം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവന അന്നമീപ്സിതമൂർജസ്വത് ഭഗവാൻ വാഞ്ചതേ യതി. സകല പ്രാണികളെയും സംരക്ഷിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഹേ മഹാബാഹോ, വീര, പ്രാണിവർഗങ്ങൾക്ക് ആരോഗ്യത്തെയും സൗഖ്യത്തെയും ജനിപ്പിക്കുന്ന അന്നത്തെ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗോരൂപിണിയായ എനിക്ക് ഒരു വത്സനെയും കറക്കുവാനുള്ള ആളെയും കറക്കുവാനുള്ള പാത്രത്തെയും നിശ്ചയിക്കുക. എന്നാൽ ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന അന്നാദി വസ്തുക്കളെ ക്ഷീരസ്വരൂപത്തിൽ പാത്രം നിറച്ചുകൊള്ളാം. സമാം ചക്കുരു മാം രാജൻ ദേവവൃഷ്ടം യഥാപയഃ അഭർത്താവഭിഭദ്രം ദേ ഉപാവർത്തേതമേ വിഭോ. അന്നപ്രാപ്തിക്ക് ഉപകരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ അങ്ങ് ചെയ്യണം. അതെന്തെന്നാൽ ഉയർന്നും താണുമിരിക്കുന്ന സ്ഥലവിഭാഗത്തോടുകൂടിയ എൻ്റെ ഉപരിഭാഗത്തെ സമനിരപ്പാക്കി തീർക്കണം. ദേവേന്ദ്രൻ വർഷത്തൂവിൽ വർഷിക്കുന്ന ജലം 6 ഋതു കഴിഞ്ഞാലും എന്നിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ചിരുന്നാൽ മാത്രമേ കൃഷിയാദി അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ. സമനിരപ്പാകാതെയിരുന്നാൽ താണഭാഗത്ത് വെള്ളം നിൽക്കും, ഉയർന്ന ഭാഗത്തിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ കൃഷിക്ക് സൗകര്യം കുറയും. അതിനാൽ സമനിരപ്പാക്കുകയും വേണം. എന്നാൽ പ്രജാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങയ്ക്ക് മംഗളം ഭവിക്കും. പ്രഭുവായ അങ്ങയ്ക്ക് അതിനു സാമർഥ്യവുമുണ്ട്. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതിഃ വത്സം കൃത്വാ മനും പാണോ അവദുഹത് സകലൗഷധീഃ. സന്തോഷത്തെ ജനിപ്പിക്കുന്നതും ഇച്ഛിച്ച കാര്യത്തെ സാധിപ്പിക്കുവാനുള്ള ഉപായത്തെ ഉപദേശിക്കുന്നതുമായ ഭൂമിദേവിയുടെ വാക്യത്തെ രാജാവ് സ്വീകരിച്ചു. ഭൂപരിപാലനാധികാരികളിൽ വെച്ച് മുഖ്യനായിരിക്കുന്ന സ്വയംഭൂമനുവിനെ കുട്ടിയാക്കി നിശ്ചയിച്ചിട്ട് പൃഥു തൻ്റെ കൈയാകുന്ന പാത്രത്തിൽ നെല്ല്, യവം മുതലായ സകല ധാന്യബീജങ്ങളെയും കറന്നെടുത്തു. തഥാ പരേജ സർവത്ര സാരമാദദേ ബുധാഃ തഥോന്യേ ജയദാ കാമം ദുദുഹു പൃഥുഭാവിതാം. ഭൂമിദേവിയുടെ വാക്കിലടങ്ങിയ സാരാംശത്തെ പൃഥു സ്വീകരിച്ചതുപോലെ അറിവുള്ള ജനങ്ങൾ എല്ലാവരും എല്ലാറ്റിൽ നിന്നും സാരത്തെ മാത്രം സ്വീകരിക്കുന്നു. ഇഷ്ടസാധനങ്ങളെ പൃഥു കറന്നെടുത്തതിൽ പിന്നെ മറ്റുള്ളവരും അവരുടെ സംഘത്തിന് ആവശ്യമുള്ള സാധനങ്ങളെ ഇഷ്ടം പോലെ കറന്നെടുത്തു. പൃഥുവിനാൽ വശീകരിക്കപ്പെട്ട ഗോരൂപിണിയായ ഭൂമിദേവി മറ്റുള്ളവരുടെയും ഇഷ്ടവസ്തുക്കളെ അവർക്ക് കൊടുക്കുന്നതിലും സന്തുഷ്ടയായിരുന്നു. ഋഷയോ ദുദുഹുർദേവീം ഇന്ദ്രിയേഷു ദസത്തമ വത്സം ബൃഹസ്പതിം കൃത്വ പയച്ചന്തോമയം ശുചി. ഹേ സജ്ജനശ്രേഷ്ഠനായ വിതുര, അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച സാരാംശത്തെ ഓരോരുത്തരും സ്വീകരിക്കുകയല്ലാതെ എല്ലാവരും എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന പതിവില്ലല്ലോ. ഈ ന്യായത്തെ അനുസരിച്ച് ഋഷികൾ അവരിൽ മുഖ്യനും വേദജ്ഞനുമായ ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കി കൽപ്പിച്ചിട്ട് പരിശുദ്ധവും വേദസ്വരൂപമായ ക്ഷീരത്തെ അവരുടെ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു. കൃത്വാ വത്സം സുരഗണ ഇന്ദ്രം സോമമധൂദുഹൻ ഹിരണ്മയേന പാത്രേണ വീര്യമോജോ ബലം പയഃ. ദേവസമൂഹങ്ങൾ അവരുടെ അധിപനായ ഇന്ദ്രനെ കുട്ടിയാക്കി നിശ്ചയിച്ചിട്ട് സ്വർണപാത്രത്തിൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ദേഹത്തിനും സമുചിത ബലത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന അമൃതാത്മകമായ ക്ഷീരത്തെ കറന്നെടുത്തു. ദൈദേയാദാനവാവത്സം പ്രഹ്ലാദമസുരർഷഭം വിദായ ദൂദുഹൻ ക്ഷീരം അയപാത്രേ സുരാസവം. ദിതിയുടെ പുത്രന്മാരായ ദൈദേയന്മാരും ധനുവിൻ്റെ പുത്രന്മാരായ ദാനവന്മാരും ഉൾപ്പെട്ടിരിക്കുന്ന അസുരന്മാരുടെ വംശത്തിൽ ജനിച്ചവരെല്ലാ പേരും അവരുടെ അധിപനായ പ്രഹ്ലാദനെ വത്സനാക്കിയിട്ട് ഇരുമ്പുപാത്രത്തിൽ അവർക്കാവശ്യമുള്ള മദ്യസ്വരൂപമായ ക്ഷീരത്തെ കറന്നെടുത്തു. ഗന്ധർവാപ്സരസോ ദുക്ഷൻ പാത്രേ പത്മമയേ പയഃ വത്സം വിശ്വാവസും കൃത്വ ഗാന്ധർവം മധുസൗഭഗം. ഗന്ധർവന്മാരും അപ്സരസ്സുകളും അവരുടെ സംഘാധ്യക്ഷനായ വിശ്വാവസുവിനെ കുട്ടിയാക്കി കൽപ്പിച്ചിട്ട് താമരപ്പൂവാകുന്ന പാത്രത്തിൽ അവർക്കാവശ്യമായിരിക്കുന്ന വാങ്മാധുര്യത്തെയും സൗന്ദര്യത്തെയും സാധിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ക്ഷീരത്തെ കറന്നു. വത്സേന പിതരോര്യംണ കവ്യം ക്ഷീരമധുക്ഷത ആമപാത്രേ മഹാഭാഗാഃ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഃ. ദേവന്മാരുടെ സംഘത്തിൽ പിതൃക്കളെക്കുറിച്ചാണ് അധികം ജനങ്ങൾ തർപ്പണം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ മഹാഭാഗ്യവാന്മാരാകുന്നു. ശ്രാദ്ധത്തിൽ ഭാഗം സ്വീകരിപ്പാൻ അധികാരികളായിരിക്കുന്നതിനാൽ അവരെ ശ്രാദ്ധദേവതകൾ എന്നും പറയും.
അപ്രകാരമിരിക്കുന്ന പിതൃദേവന്മാർ അവരുടെ അധിപനായ അര്യമാവനെ വത്സനാക്കിയിട്ട് അവരുടെ അന്നമായിരിക്കുന്ന കവ്യസ്വരൂപമായ ക്ഷീരത്തെ വേവിക്കാത്തതായ മൺപാത്രത്തിൽ ശ്രദ്ധയോടുകൂടെ കറന്നെടുത്തു. പ്രഗൽഭ്യവത്സം കപിലം സിദ്ധാസങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യാം ച ഏജ വിദ്യാധരാദയഃ അന്യേ ച മായിനോ മായാം അന്തർധാനാത്ഭുതാത്മനാം മയം പ്രഗൽഭ്യവത്സം തേ ദുദുഹുർധാരണാമയീം. സിദ്ധന്മാരും വിദ്യാധരാദികളും അവരുടെ അധിപതിയായ കപിലനെ വത്സനാക്കിയിട്ട് സങ്കല്പമാത്രത്തിൽ സാധിക്കേണ്ടതായ അണിമാദ്യ സിദ്ധികളെയും അന്തർധാന വിദ്യയെയും ക്ഷീരാത്മകമായിട്ട് ആകാശമാകുന്ന പാത്രത്തിൽ കറന്നു. അതുപോലെ തന്നെ മായാവികളായ മറ്റുള്ളവരും അവരുടെ അധിപനായ മയനെ കുട്ടിയാക്കിയിട്ട് വിചാരിച്ച മാത്രത്തിൽ കാണാതെയാകുന്നതായ അന്തർധാനത്തെ സാധിപ്പാൻ ഉപകരിക്കുന്ന ധാരണാത്മകമായ വിദ്യയെ സാധിപ്പിക്കുന്നതായ ക്ഷീരത്തെ ആകാശപാത്രത്തിൽ കറന്നെടുത്തു. യക്ഷരക്ഷാംസി ഭൂതാനി പിശാചാപിശിതാശനാഹ ഭൂതേശവത്സാദുദുഹു കപാലേക്ഷതജാസവം. യക്ഷന്മാർ, രക്ഷസ്സുകൾ, ഭൂതങ്ങൾ, പിശാചുകൾ, മാംസം തിന്നുന്ന മറ്റുള്ളവർ ഇവരെല്ലാ പേരും രുദ്രനെ വത്സനാക്കിയിട്ട് മനുഷ്യരുടെ തലയോടാകുന്ന പാത്രത്തിൽ രക്തമാകുന്ന മദ്യത്തെ കറന്നെടുത്തു. തദാഹയോ ദന്തശൂഗാഹ സർപ്പാനാഗാശ്ച തക്ഷകം വിദായ വത്സം ദുദുഹുർ ബിലപാത്രേ വിഷം പയഃ. പാമ്പുവർഗങ്ങളൊക്കെയും തേൾ മുതലായ വിഷജന്തുക്കളും അവരുടെ അധിപതിയായ തക്ഷകനെ വത്സനാക്കിയിട്ട് മാളമാകുന്ന പാത്രത്തിൽ വിഷാത്മകമായ ക്ഷീരത്തെ കറന്നു. പശവോയവസം ക്ഷീരം വത്സം കൃത്വാ ജഗോവൃഷം അരണ്യപാത്രേ ചാദുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ട്രിണഃ ക്രവ്യാദാ പ്രാണിന ക്രവ്യം ദുദുഹു സ്വേ കളേവരേ സുപർണവത്സാ വിഹഗാഃ ചരം ചാചരമേവ ച. ഗോക്കൾ, അശ്വകൾ മുതലായ നാൽക്കാലികൾ നന്ദീശ്വരനെ വത്സനാക്കിയിട്ട് കാടാകുന്ന പാത്രത്തിൽ തൃണാത്മകമായ ക്ഷീരത്തെ കറന്നു. മാംസം തിന്നുപജീവിക്കുന്ന ദംഷ്ട്രകളുള്ള പ്രാണികൾ, വ്യാക്രാദികൾ സിംഹത്തെ വത്സനാക്കിയിട്ട് അവയുടെ ശരീരമാകുന്ന പാത്രത്തിൽ മാംസമയമായ ക്ഷീരത്തെയും, പക്ഷിവർഗങ്ങൾ ഗരുഡനെ വത്സനാക്കിയിട്ട് കീടാദികളായ ചരത്തെയും ബലമൂലാദികളാകുന്ന അജരത്തെയും ക്ഷീരമായിട്ട് കറന്നെടുത്തു. വടവത്സ വനസ്പതയഃ പൃഥഗ്രസമയം പയഃ ഗിരയോ ഹിമവദ്വത്സ നാനാധാതൂൻ സ്വസാനുഷു. പുഷ്പം കൂടാതെ തന്നെ ബലിക്കുന്ന വൃക്ഷങ്ങൾ ആൽവൃക്ഷത്തെ വത്സനാക്കിയിട്ട് രസമയമായ ക്ഷീരത്തെ അവയുടെ ശരീരമാകുന്ന പാത്രത്തിൽ കറന്നു. പർവ്വതങ്ങൾ ഹിമവാനെ വത്സനാക്കിയിട്ട് അവയുടെ പ്രാന്തപ്രദേശങ്ങളാകുന്ന പാത്രത്തിൽ പലവിധങ്ങളായിരിക്കുന്ന ഗൈരികാദി ധാതുക്കളെ കറന്നു. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയഃ സർവകാമാതുകാം പൃഥ്വീം ദുദുഹു പൃഥുഭാവിതാം. മുകളിൽ പറഞ്ഞവരും പറയാതെ വിട്ടവരും എല്ലാവരും അവരവരുടെ സംഘാധിപനെ വത്സനാക്കിയിട്ട് അവരവരുടെ പ്രത്യേക പാത്രങ്ങളിൽ സ്വാഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന ക്ഷീരത്തെ പൃഥുവിനാൽ സ്വാധീനപ്പെടുത്തപ്പെട്ടും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുവാനുള്ള മഹിമയോടുകൂടിയുമിരിക്കുന്ന ഭൂമിയാകുന്ന ഗോവിൽ നിന്ന് കറന്നെടുത്തു. ഏവം പൃഥ്വാദയ പൃഥ്വീം അന്നാദാസോ നമാത്മനഃ ദോഹവത്സാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഹ. ഹേ കുരുശ്രേഷ്ഠ, അധികാരിഭേദം അനുസരിച്ച് പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നതുപോലെ കറക്കുന്നവൻ, കുടിക്കുന്ന കുട്ടി, കറന്നെടുക്കുന്ന പാത്രം എന്നിവയുടെ ഭേദം നിമിത്തം പൃഥു മുതലായവരെല്ലാം അവരവർക്കിഷ്ടമായിരിക്കുന്ന അന്നസ്വരൂപമായ ക്ഷീരത്തെ ഭൂമിദേവിയിൽ നിന്നെടുത്തു. തതോ മഹീപതി പ്രീതഃ സർവകാമദുഃഖാം പൃഥുഃ ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സലഃ. അതിനുശേഷം ഭൂമിയെ പാലിപ്പാനായി അവതരിച്ചിരിക്കുന്ന പൃഥു സർവപ്രജകളുടെയും കാമസമ്പൂർത്തി വരുത്തിയ പൃഥ്വിയെക്കുറിച്ച് പരമസന്തുഷ്ടനായി ഭവിച്ചു. തനിക്കൊരു പുത്രി ഇല്ലാത്തതുകൊണ്ട് പൃഥ്വിയെ പുത്രിയുടെ സ്ഥാനത്തിൽ വെച്ചു. സ്വപുത്രിയെ സ്നേഹിക്കുന്നത് പോലെ ഭൂമിയെ സ്നേഹത്തോടുകൂടെ പരിപാലിച്ചു. ചൂർണയൻ സ്വധനുഷ്കോട്യ ഗിരികൂടാനിരാജരാട് ഭൂമണ്ഡലമിതം വൈന്യഃ പ്രായശ്ചക്രേ സമം വിഭുഃ. രാജാതിരാജനും വിഷ്ണു അവതാരഭൂതനുമായ പൃഥു
തൻ്റെ വില്ലിൻ്റെ അഗ്രഭാഗത്താൽ പർവ്വതശിരങ്ങൾ മുതലായ ഉന്നത ഭാഗങ്ങളെ പൊടിയാക്കിയിട്ട് താണഭാഗങ്ങളിലിട്ട് മിക്കതും സമനിരപ്പാക്കി. താണും ഉയർന്നുമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും അവിടവിടെ ഉള്ളതുകൊണ്ടാണ് മിക്കതും എന്ന് പറഞ്ഞിരിക്കുന്നത്. അദാസ്മിൻ ഭഗവാൻ വൈന്യഃ പ്രജാനാം വൃത്തിദപ്പിത നിവാസാൻ കൽപ്പയാം ചക്രേ തത്ര തത്ര യഥാർഹതഃ. ഭൂമണ്ഡലത്തെ സമനിരപ്പാക്കിയതിൽ പിന്നെ ഭഗവാന്റെ അവതാരമായിരിക്കുന്ന പൃഥു പ്രജകൾക്ക് ഉപജീവനദ്രവ്യത്തെ നൽകുവാനും ഭയത്തിൽ നിന്ന് രക്ഷിപ്പാനുമായിട്ട് അവിടെവിടെ അവർക്കുചിതങ്ങളായ നിവാസ സ്ഥാനങ്ങളെ കൽപ്പിച്ചു. ഗ്രാമാൻ പുരപത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ പ്രജാൻ സശിബിരാൻ ആകരാൻ കേടകർവടാൻ. ആട്ടങ്ങളില്ലാത്ത വീടുകളുള്ളവ ഗ്രാമങ്ങൾ, അട്ടങ്ങളോടുകൂടിയ വീടുകളുള്ളവ പുരങ്ങൾ, വലിയ പുരങ്ങൾക്ക് പത്തനങ്ങൾ എന്നുപേർ. ഉള്ളിൽ കടക്കുവാൻ പാടില്ലാത്ത വിധം തടസ്സങ്ങളോടുകൂടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോട്ടകൾ മുതലായവ ദുർഗങ്ങൾ. പശുക്കളെ പോറ്റി വളർത്തി ജീവനം കഴിക്കുന്ന ജനങ്ങൾ വസിക്കുന്ന സ്ഥാനങ്ങൾ ഘോഷങ്ങൾ. പശുക്കൾക്ക് വസിപ്പാനുള്ള സ്ഥാനങ്ങൾ വ്രജങ്ങൾ. സേനകൾക്ക് വസിപ്പാൻ യോഗ്യമായ സ്ഥാനം ശിബിരം. സ്വർണം വെള്ളി മുതലായ ധാതുദ്രവ്യങ്ങളെ കുഴിച്ചെടുക്കുന്ന സ്ഥാനങ്ങൾ ആകരങ്ങൾ. കൃഷിക്കാർക്ക് താമസിപ്പാനുള്ള സ്ഥാനങ്ങൾ കേടങ്ങൾ. പർവ്വതങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങൾ കർവടങ്ങൾ. പ്രാക്പൃതോരിഹനൈവൈഷ പുരഗ്രാമാദികൽപ്പന യഥാ സുഖം വസന്തി സ്മ തത്ര തത്ര കുതോഭയാഃ. പ്രജകൾ പൃഥുവിനെ ആദിരാജാവെന്ന് പറയുന്നതിനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ അവസാനിപ്പിക്കുന്നു. പൃഥു മഹാരാജാവിൻ്റെ മുൻകാലത്തിൽ ഈ മാതിരി ഗ്രാമം പട്ടണം എന്നീ പ്രാകാരാന്തര വിഭാഗ കൽപ്പനയുണ്ടായിരുന്നില്ല. പൃഥുവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. അതുകൊണ്ട് പ്രജകൾ പലപ്പോഴും അദ്ദേഹത്തെ ആദിരാജാവെന്ന് പറയാറുണ്ട്. അപ്രകാരം ഉണ്ടാക്കപ്പെട്ട ഗ്രാമപുരാതി ഭാഗങ്ങളിൽ പ്രജകൾ നിർഭയന്മാരായിട്ട് വസിച്ചു. 18-ാമത്തെ അധ്യായം സമാപിച്ചു. 19-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.